ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ദുബായ് മോളിലുള്ള ദുബായ് അക്വേറിയം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഈ മോളിൽ വന്ന് ഈ അക്വേറിയം വിസിറ്റ് ചെയ്യാതെ പോകരുത്. അത് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും കേട്ടോ. ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ശരിക്കും നമ്മളിങ്ങനൊരു വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ നമ്മൾ പോകുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുക. മീനെല്ലാം ഇങ്ങനെ നമ്മുടെ തലയുടെ മേളിൽ കൂടെ പോകുന്ന ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. എല്ലാവരും എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കയറുമ്പോൾ തന്നെ ഫുള്ളിങ്ങനെ ഒരു അക്വേറിയം പോലെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു ആർച്ച് പോലെ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുൾ മീനാണ്. കുറേ ടൈപ്പ് ഫിഷുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഒരു ബോട്ടിങ്ങിൻ്റെ സ്ഥലമുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഒറ്റ പാക്കേജ് പോലെയാണ് വരുന്നത്. കുറേ സാധനങ്ങളുണ്ട് അവിടെ ചെയ്യാനായിട്ട്. ശരിക്കൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. അത് ഞങ്ങളിപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഒരു വലിയ സംഭവം തന്നെയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ അവിടെ ഒരു ബോട്ടിങ്ങിലാണ് പോകുന്നത്. അപ്പോൾ ഈ ബോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു ട്രാൻസ്പെറൻറ്റ് ബോട്ടമുള്ള ഒരു ബോട്ടാണ്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ നമ്മൾ ഇത് വരുന്ന അക്വേറിയത്തിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ശരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഫിഷസും എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ അറിയാം. തെരണ്ടികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. പല ടൈപ്പ് ഓഫ് തെരണ്ടികൾ. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം, അതും ഭയങ്കര വലിപ്പമുള്ളതാണ് എല്ലാം. ഞാനിതൊക്കെ ആദ്യമായിട്ടോ കാണുന്നത്, ഇത്രയും വലിപ്പമുള്ള തെരണ്ടീനൊക്കെ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇത് വരുന്നുണ്ടോ. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള തെരണ്ടികൾ, വലിയ ഷാർക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് അവർ അവിടെ തന്നെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്പേസാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ബ്രീഡിങ്ങും നടക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ അവിടെ ഉണ്ടായ ഷാർക്കുകളാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും അവിടെ ഒരു സൂ പോലെ ഉണ്ട്. അതായത് ഇങ്ങനെ കുറേ മാമൽസ്, ഫിഷസ് ഒക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് കണ്ടത്. ഞാൻ ആദ്യമായിട്ട് ചെമ്മീനെ ഇങ്ങനെ ലൈവായിട്ട് കാണുന്നത്. ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചാടിയിരിക്കുന്ന ചെമ്മീന്, അങ്ങനെ കുറേ സംഭവങ്ങൾ. പിന്നെ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു, അതേ കാണാം പെൻഗ്വിൻസിനെ. പിന്നെ അതുപോലെ തന്നെ കണ്ടൊരു സാധനമാണ് ജെല്ലി ഫിഷ്. ഈ ജെല്ലി ഫിഷും ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അത് കാണാനും ഭയങ്കര രസമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കണ്ടത് ക്രോക്കോഡൈൽസിനെയാണ്. ഈ ക്രോക്കോഡൈൽ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. മെയ്റ്റിംഗ് ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. എന്തായാലും ഒന്നിൻ്റെ പുറത്ത് ഒരെണ്ണം കയറി ഇരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ അവിടെ സ്നേക്സ് ഉണ്ട്. പിന്നെ കുറേ ബേർഡ്സ് ഉണ്ട്. ഒരു ഫോറസ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ കാണുമ്പോൾ. ഒരു മോളിൻ്റെ ഉള്ളിൽ ഇത്രയധികം കാര്യങ്ങൾ ഇത്രയും മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് ശരിക്കും വിശ്വസിക്കാൻ പറ്റാത്ത തന്നെ ഒരു കാര്യമാണ്. അപ്പോൾ ദുബായ് വിസിറ്റ് ചെയ്യാൻ വന്നാൽ ദുബായ് മോളിലെ ദുബായ് അക്വേറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂ വന്ന് കാണാൻ ആരും മറക്കണ്ട. ബൈ.